എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആമയിഴഞ്ചാൻ തോടിലെ നഗരമാലിന്യം വൃത്തിയാക്കാൻ ഇറങ്ങിയ ശുചീകരണ തൊഴിലാളിയായ ജോയിയുടെ മരണത്തിന് ഉത്തരവാദികൾ സംസ്ഥാന സർക്കാരും നഗരസഭയും റെയിൽവേയുമാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ അതീവ ഗുരുതരമായ വീഴ്ച വരുത്തിയതാണ് രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചത്. 3 ദിവസം നീണ്ട തിരച്ചിലിന് ശേഷവും ജോയിയെ ജീവനോടെ കണ്ടെത്താൻ കഴിയാതെ പോയത് അത്രയധികം മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നതുകൊണ്ടാണ്. ഇത് അധികാരികളുടെ കണ്ണു തുറപ്പിക്കേണ്ട വിഷയമാണ്. ജീവൻ പണയപ്പെടുത്തി ജോയിയെ കണ്ടെത്താനായി ആമയിഴഞ്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സ്തുത്യർഹമായ സേവനം നടത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ദൗത്യസംഘത്തിന്റെ സേവനം ആദരിക്കപ്പെടേണ്ടതാണെന്നും സുധാകരൻ പറഞ്ഞു. സമയബന്ധിതമായി മാലിന്യ നിർമ്മാർജ്ജനം നടത്താനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ടവർ നടത്താതിരുന്നതാണ് ഒരു ശുചീകരണ തൊഴിലാളിയുടെ ദാരുണ അന്ത്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ജോയിയുടെ കുടുംബത്തിനുണ്ടായ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദികൾ ഭരണാധികാരികൾ തന്നെയാണ്. കൃത്യമായ സമയത്ത് മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നതിൽ പരാജയപ്പെട്ട സർക്കാരും നഗരസഭയും റെയിൽവേയും പരസ്പരം ചെടി വാരിയെറിഞ്ഞ നടപടി ഹീനവും അപമാനവുമാണ്. ജോയിയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാരും ഇന്ത്യൻ റെയിൽവേയും തയ്യാറാകണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. നഗരത്തിലെ മാലിന്യ സംസ്കരണം തദ്ദേശ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഉചിതമായ സമയത്ത് വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഒരു സാധു മനുഷ്യന് ഇത്തരത്തിൽ ഒരു ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നോ എന്ന് പരസ്പരം കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ചിന്തിക്കണം. ഇവിടെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ ഓപ്പറേഷൻ ആനന്ദയുടെ പ്രസക്തി. പ്ലാറ്റ്ഫോമുകൾക്ക് അടിയിലുള്ള തുരങ്കത്തിലെ മാലിന്യം നീക്കി വെള്ളമൊഴുക്ക് സുഗമമാക്കാനുള്ള സാമൂഹിക പ്രതിബദ്ധതയും ഉത്തരവാദിത്വവും റെയിൽവേക്കുമുണ്ട്. സംസ്ഥാനത്ത് ഉറവിടത്തിലെ മാലിന്യ സംസ്കരണം ഫലപ്രദമായി നടക്കുന്നില്ല എന്നതിൻ്റെ സാക്ഷ്യപത്രം കൂടിയാണ് റോഡുകളിലും തോടുകളിലും കാനകളിലും കുമിഞ്ഞുകൂടുന്ന മാലിന്യ കൂമ്പാരം. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.